ഞാൻ തൂക്കുമ്പോഴേ എനിക്ക് കൂട്ടിരിക്കുന്നതാണ് അവൻ. രാവിലെ അവനും കാഴ്ചയൊക്കെ കണ്ട് ഞാൻ തൂക്കണയൊക്കെ നോക്കി അല്ലേ. അങ്ങ് സുന്ദര കുട്ടനായിട്ട് രാവിലെ ഇരിക്കുന്നുണ്ടോ? ടാ ടാ ഞായറാഴ്ചയായിട്ട് വേറെ ജോലിയൊന്നും ഇല്ലേടാ നിനക്ക്? ഇന്ന് കുളിപ്പിക്കണം അവനെ, കുളിപ്പിച്ച് സുന്ദരനാക്കണം. ചേച്ചി ഉണ്ടല്ലോ. വേറൊരു കാര്യം അവൻ്റെ ഒരു കുറ്റം പറയാനാണെങ്കിൽ ഇവന് ഭയങ്കര വെള്ളം കുടിക്കാൻ മടിയാണ്. ഇത് ഇപ്പോൾ വേറെ ഒന്നുമല്ല, അമ്മ എന്നെ പുറത്ത് കൊണ്ടുപോവോ, മുറ്റമൊക്കെ തൂത്തില്ലേ, എന്നെ കൊണ്ടുപോവോ, ഇല്ലല്ലോ. ഇതാണ് അവൻ ഇരുന്ന് ചോദിക്കുന്ന കാര്യം. കുറച്ചുകൂടി കഴിയട്ടടാ, ചേച്ചി വരട്ടെ, ചേച്ചി വീട്ടിൽ ഉണ്ടല്ലോ. ഇത് പുറത്ത് പോകാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തിരിക്കുന്നതാണ്. ഇത്തിരി ആഗ്രഹം കൂടുതലുള്ള കൊച്ച, പുറംപുലോകം കാണണമെന്ന് ഭയങ്കര കൊതി. അതുകൊണ്ടാണ് ഗേറ്റ് തുറന്നിട്ടിട്ട് അവിടെ ഇരുന്ന് കണ്ടോ. പിന്നെ അധിക നേരം ഇങ്ങനെ കയറ്റി ഇരുന്ന് അവൻ്റെ കൊതി തീരാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പിന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി, ബൈക്കിൽ കുറേ ദൂരമൊക്കെ കൊണ്ടുപോയി. പിന്നെ രാവിലെ തന്നെ എൻ്റെ മോള് ജാമ്പയ്ക്ക പറിക്കാൻ പോയി. മറ്റേ ശാന്തമാമി ഇല്ലേ, എൻ്റെ ഗുണ്ടുവിന് ഇഷ്ടമുള്ള ആ ശാന്തമാമിയുടെ വീട്ടിലൊരു ചാമ്പമരം ഉണ്ട്, അതിൽ നിറയെ ചാമ്പയ്ക്കയുണ്ട്. അങ്ങനെ ഇന്നലെയും കുറേ പറിച്ചുകൊണ്ട് വന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഒരുത്തി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ്ട ഈ കയ്യിലിരിക്കുന്ന ഫുള്ള് ജാമ്പയ്ക്കയാണ്. ഞാൻ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവൾക്ക് അതിൻ്റെ ഒരു ക്രേസാണ് കേട്ടോ. നിങ്ങളവിടെ ഇങ്ങനത്തെ പിള്ളേരുണ്ടോ? ജാമ്പയ്ക്ക കൊതിയുള്ള പിള്ളേർ. ഇതിന് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാനും പിന്നെ കുറേ ഉപ്പിലിടാനും കുറേ ഉണക്കാനും ഒക്കെ എന്നാണ് അവൾ പറയണത്. ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് അവൾക്ക് തന്നെ അറിയാം. പിന്നെ ഞങ്ങൾ ഗുണ്ടു വലിയ മൈൻഡൊന്നുമില്ല ചേച്ചിയെ കണ്ടിട്ട്. ഇനി അവൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുമെന്നൊരു പേടിയുണ്ട്. പിന്നെ ഞാൻ വരണ വഴിക്ക് ഇത് അവർ കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ഈ കുഞ്ഞു ഡോഗ് ആരോ കൊണ്ടുവന്ന് ഇവരെ വീട്ടിൽ കൊണ്ടുവിട്ട്. അവർക്ക് ഓൾറെഡി 2 പെൺപട്ടി ഉണ്ട് വീട്ടിൽ, പിന്നെ ഒരു ആൺപട്ടി, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അവർക്ക് അങ്ങനെ സാമ്പത്തികമായിട്ട് അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചു, 2 പെൺകുട്ടികളാണ്, ഒരാൾ കല്യാണം കഴിഞ്ഞു പോയി, ഒരാൾ ദൂരെ ജോലിക്കാണ്. അപ്പം അവർ വലിയ ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൊണ്ട് ഒരു ഡോഗിനെ ആരാണെന്ന് അറിയില്ല അവരെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ട് വിട്ടിട്ട് പോയിരിക്കുന്നു. പിന്നെ അവർ ആദ്യം 5-6 ദിവസമൊക്കെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അപ്പുറത്തെ ഏതോ വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ കാലിനെ അടിച്ചൊടിച്ച് വിട്ട്. പക്ഷേ അത് കണ്ടപ്പോൾ അവർക്ക് പാവം തോന്നി, കാലൊക്കെ ശരിയാക്കി ഫുഡൊക്കെ കൊടുത്ത് ഇപ്പം അവരെ വീട്ടിൽ കൂടി തന്നെ സ്ഥിരമായി. ആരായാലും ആ കാലടിച്ചൊടിച്ചത് പാവമായി പോയി. ഭയങ്കര പാവമാണ് കേട്ടോ, ഭയങ്കര സ്നേഹവും. കുറേ ദിവസം കൊണ്ടേ പറഞ്ഞു ഒന്ന് വീഡിയോ ഇടുക, ആരെങ്കിലും നമ്മളെ ഡോഗിനെ പോലെ അഡോപ്ഷൻ ആരെങ്കിലും വന്നാൽ വലിയ ഉപകാരമായിരുന്നു. കുട്ടിയെ കൊണ്ടോ രാവിലെ തന്നെ ജോലി. ഇത് ഇന്നലെ പറിച്ചുകൊണ്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇനി ഉണക്കാനെന്നാണ് പറയണത്. ഉണക്കുകയും ഉപ്പിലിടാനും ഒക്കെയാണ്. എന്തിനൊന്നും എനിക്കറിഞ്ഞൂടെ ഇത്രയും മാത്രം. എന്തിനടി?